വടകരയിൽ ശൈലജ തോക്കേണ്ടത് പിണറായിയുടെ ആവശ്യമാണ് എങ്കിൽ ജയിക്കേണ്ടത് ഗോവിന്ദന്റെ ആവശ്യം. കാരണം CPMന്റെ മുഖം അത് ശൈലജയാണെന്ന് മറ്റാരെക്കാളും നന്നായി MP ഗോവിന്ദൻ അറിയാം. പിണറായി വിജയന്റെ മുഖം കാണിച്ച ഒരു തിരഞ്ഞെടുപ്പും നേരിടാനാകില്ല, 8 നിലയിൽ പൊട്ടും. CPMന്റെ കൊള്ളാവുന്ന ഒരു മുഖം ശൈലജയാണ്. ഈ മർമ്മത്തിൽ പിടിച്ചു കയറാൻ ഗോവിന്ദൻ പണി 18 നോക്കുന്നുണ്ട്. എന്നാൽ ശൈലജയുടെ മുഖം വികൃതമാക്കാൻ ചില്ലറ കളിയല്ല പിണറായി കളിച്ചത്. പാനൂരിലെ ബോംബ് സ്ഫോടനം മുതൽ മോർഫ് ചെയ്ത വീഡിയോ വിവാദം കത്തിച്ചതും പിന്നിലൊക്കെ പിണറായി വിജയന്റെ കൈകളുണ്ട്. പിണറായി വിജയന്റെ പ്ലാൻ പൊളിച്ചടുക്കി രംഗത്ത് വന്നതെല്ലാം MP ഗോവിന്ദനാണ്. ശൈലജയെ ഒളിഞ്ഞും തെളിഞ്ഞും സംരക്ഷിച്ചു. വടകരയിൽ ഷാഫിക്ക് വേണ്ടി വലിയ ഓളമുണ്ടാക്കി കോൺഗ്രസ്. അപ്പോഴും ശൈലജ ടീച്ചർ ജയിക്കണമെന്ന വടകരയിൽ ഒരുപറ്റം മനുഷ്യർ നിലപാട് വ്യക്തമാക്കി. CPM എന്നതിനപ്പുറം ശൈലജ എന്ന വ്യക്തിയോടുള്ള സ്നേഹമാണ് വടകരക്കാർ പ്രകടിപ്പിച്ചത്. കേരളത്തിനൊരു വനിതാ മുഖ്യമന്ത്രി ഉണ്ടാകണം, അത് ശൈലജ ടീച്ചർ ആയിരിക്കണമെന്ന വലിയ ആഗ്രഹം കേരളത്തിന്റെ ഒരു വികാരമായി നിലനിൽക്കുന്നുണ്ട്. ശൈലജയോടുള്ള ജനങ്ങളുടെ വികാരം മുതലെടുക്കാൻ MP ഗോവിന്ദൻ പരമാവധി ശ്രമിച്ചു. എന്നാൽ അപ്പോഴും പിണറായി തുടക്കത്തിലെ ഒരു പണി വെച്ചു. ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ശൈലജയെ സ്ഥാനാർത്ഥിയാക്കി നിർത്തിയത് മുഖ്യന്റെ കുതന്ത്രമാണ്. ജയിച്ചാൽ പാർലമെന്റിലേക്ക് ഓടിക്കാം, തോറ്റാൽ ശൈലജയുടെ രാഷ്ട്രീയ ഭാവി തന്നെ ഇല്ലാതാക്കാം. റിയാസിന് വേണ്ടി വഴിവെട്ടുന്ന പിണറായി പാർട്ടിയുടെ കഴുക്കോലിളകുന്നത് ശ്രദ്ധിക്കുന്നതേയില്ല. ശൈലജയെ തൂക്കി നിർത്തുന്നത് നല്ലതിനല്ല എന്ന് MP ഗോവിന്ദന് കൃത്യമായി അറിയാം. വരാൻ പോകുന്ന നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഏത് മുഖം പുറത്തു കാണിക്കും? ഗോവിന്ദനെ അലട്ടുന്ന പ്രധാന പ്രശ്നം ഇതാണ്. CPM നേതാക്കളെല്ലാം അഴിമതിക്കാരും ധാർഷ്ട്യക്കാരും കോർപ്പറേറ്റുകളുമാണെന്ന് ജനങ്ങൾ പറയുന്നു. ഈ പാർട്ടി ജനങ്ങളുടേതല്ല എന്ന് അവർ വിധി എഴുതി കഴിഞ്ഞു. അതിനിടയിലും ജനകീയ മുഖം ശൈലജയാണ്. പാർട്ടിയുടെ നട്ടല് പിണറായി അല്ല, ശൈലജയാണ്. പിണറായി എത്രയൊക്കെ ചവിട്ടി താഴ്ത്താൻ നോക്കിയാലും അവരുടെ തട്ട് താണ് തന്നെയിരിക്കും. റിയാസിനെ മുഖ്യമന്ത്രിയായി വാഴിക്കണമെന്നുള്ളത് മുഖ്യന്റെ അതിബുദ്ധിയും മനക്കോട്ടക്കെട്ടലും മാത്രമാണ്. പിണറായിക്കാലം കഴിഞ്ഞാൽ റിയാസിനെ കറിവേപ്പിലയാണ് തൂക്കി പുറത്തിടും പാർട്ടി. ഇതറിയാവുന്ന മുഖ്യൻ പടിയിറങ്ങും മുൻപ് റിയാസിനെ തിരികെ കയറ്റാനുള്ള ഓട്ടത്തിലാണ്. അതിനാലാണ് ശൈലജയെ ഒതുക്കുന്നത്. പാർട്ടിയിൽ പലർക്ക് റിയാസിന് അത്ര പിടുത്തമില്ല. കണ്ണൂർ CPM സംഘം അവസരം കിട്ടിയാൽ റിയാസിനെ ചവിട്ടി പുറത്താക്കും. എൻ ഷംസീറിനൊക്കെ കട്ടക്കലിപ്പാണ് റിയാസിനോട്. വടകര തിരഞ്ഞെടുപ്പ് സമയത്ത് ശൈലജയ്ക്ക് വേണ്ടി CPMലെ 2 സംഘമാണ് പ്രവർത്തിച്ചത്. ഒന്ന്, ശൈലജയെ തോൽപ്പിക്കാനുള്ള പിണറായി സംഘം. 2, ശൈലജ എങ്ങനെയും ജയിപ്പിച്ചെടുക്കാൻ ഗോവിന്ദൻ സംഘവും. വടകരയിൽ ഉയർന്ന വിവാദങ്ങളെല്ലാം തിരികൊളുത്തി വിട്ടതിന് പിന്നിൽ പാർട്ടി തന്നെയാണ്. പാനൂരിലെ ബോംബ് സ്ഫോടനം ശൈലജയ്ക്കെതിരാക്കി വിട്ടു. മോർഫ് ചെയ്ത വീഡിയോയുടെ പേരിൽ ശൈലജ ടീച്ചർ പോലും അറിയാത്ത വിവാദങ്ങൾ പാർട്ടിയിൽ ഒരു കൂട്ടർ കത്തിച്ചു. RMP നേതാവ് ഹരിഹരൻ ശൈലജയെ അധിക്ഷേപിച്ചത് വലിയ വിവാദമായി. ശൈലജയെ പിന്തുണച്ച് ജനങ്ങൾ ഒന്നിച്ചു. എന്നാൽ അതും പൊളിച്ചടുക്കി പാർട്ടി. ഹരിഹരന്റെ വീടിന് നേരെ ബോംബ് എറിഞ്ഞ് വീണ്ടും പ്രതിസന്ധി ഉണ്ടാക്കി. ഇതെല്ലാം ശൈലജ ടീച്ചർക്ക് 8ന്റെ പണിയായിട്ടുണ്ട്. വടകര ലോക്സഭാ മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥി KK ശൈലജയ്ക്ക് തന്നെയാണ് നേരിയ മുൻതൂക്കമെന്നാൽ CPM വിലയിരുത്താൻ. ബ്രാഞ്ച് ബൂത്ത് തല കമ്മിറ്റികളിൽ നിന്ന് ശേഖരിച്ച വിവരങ്ങളുടെ അടിസ്ഥാനത്തിൽ തയ്യാറാക്കിയ വിശകലനത്തിലാണ് 1200-നും 1500-നും ഇടയിലെ വോട്ടിന്റെ ഭൂരിപക്ഷത്തിലാണെങ്കിലും KK ശൈലജയ്ക്ക് ജയിച്ചു കയറാൻ കഴിയുമെന്ന് കണക്ക് കൂട്ടുന്നത്.